ലഭിക്കുന്ന വലിയ പ്രത്യാശ, ഒരു നാൾ ഞാൻ കർത്താവിനെ മുഖാമുഖം കാണും. നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നതിൻ്റെയും എല്ലാ ഞായറാഴ്ച കൂടുന്നതിൻ്റെ എല്ലാ ഉദ്ദേശം is to see him face to face. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. Thank you Jesus. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതം ചേർന്ന് ഒരുമിച്ച് നന്ദി. നന്മകളുടെ വിചാരങ്ങളുണ്ട്. അവിടെ ഉണ്ടോ? കരങ്ങൾ ഉയർത്തിക്കോ. കർത്താവേ, എണ്ണമില്ലാതെ നന്മകൾ, നമുക്ക് എത്ര എണ്ണിയാലും തീരാത്ത രീതിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. രോഗങ്ങൾ സൗഖ്യമാക്കി, പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകി. ഹല്ലേലൂയ. നന്ദി. താങ്ക്സ് ഗിവിംഗ് ഹാസ് പവർ. താങ്ക് യു ജീസസ് എന്ന് പറയുമ്പോൾ there is power. You are telling the enemy, നീ എന്നെ തകർത്താലും കുഴപ്പമില്ല, നീ എനിക്കെതിരെ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, ഞാൻ യേശുവിന് നന്ദി പറയും. താങ്ക് യു ജീസസ്. ഭയങ്കര സിമ്പിൾ വാക്കുകളാ, കോമൺ വാക്കുകളാ, പക്ഷെ അതിൻ്റെ അകത്ത് വലിയ ശക്തിയുണ്ട്. നന്ദി യേശുവേ എന്ന് പറഞ്ഞേ. കർത്താവേ നന്ദി, നന്ദി കർത്താവേ. ഇന്നിവിടെ ഇത്രയും സമയം ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ ലഭിച്ച കൃപയ്ക്ക് നന്ദി. നന്ദി. ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, നന്ദി കർത്താവേ. അനേക സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂടുവാൻ സാധിക്കുന്നില്ല, അവർക്ക് ആരാധനയില്ല, ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, എന്നാൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. നന്ദി യേശുവേ. എണ്ണമില്ലാതുള്ള നന്മകൾ അത്ഭുതമാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ ല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ ല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുവേ. നന്ദി നന്ദി എൻ ദൈവമേ. ജീവിത ശൂന്യതയിൽ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ നന്ദി പറയും? വർഷം 2001 ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് ഞങ്ങളെ കുടുംബമായിട്ട് ഇറക്കി വിട്ടു. മാസങ്ങൾ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുത്തു. ആ കേസ് ഞങ്ങൾക്കെതിരെ ഒരു വിധി വന്നു. 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞാൻ രാവിലെ സ്കൂളിൽ പോയപ്പോൾ എല്ലാം ഉള്ളൊരു വീട്ടിൽ നിന്നാണ് പോയത്. തിരിച്ച് ഞാൻ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പം വീട്ടിൻ്റെ അകത്ത് ശൂന്യത. കോടതിയിൽ നിന്ന് ആൾക്കാർ വന്ന് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് അവർ പുറയിലത്തെ പറമ്പിലിട്ട് സീൽ ചെയ്തു. സ്ത്രീകൾക്ക് മാത്രം ഒരു വസ്ത്രം എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, പപ്പായുടെ വർക്ക് സ്പെസിമെൻസ് എല്ലാം, അന്ന് ഉച്ചയ്ക്ക് വെച്ച കറി വരെ അവരെടുത്ത് കളഞ്ഞു. ഞങ്ങൾ 7 പേര്, എൻ്റെ ഫാദർ, മദർ, എൻ്റെ ബ്രദർ, സിസ്റ്റർ, എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററും മോളും, ഞങ്ങൾ 7 പേരും റോഡിലോട്ട് ഇറങ്ങി. പ്രളയം ഒന്നെല്ലാം നശിപ്പിക്കുന്നതിന് മുമ്പേ ഞങ്ങളെ ഒന്ന് നശിപ്പിച്ചു. അന്ന് എൻ്റെ പപ്പായ്ക്ക് ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന് അവിടെ വീണ്ടും മരിക്കാമായിരുന്നു. പക്ഷേ എല്ലാവരും നോക്കി, എല്ലാ നെയ്ബേഴ്സ് എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയോ ഞങ്ങളെ ഇങ്ങനെ ഇറക്കി വിടുന്നത്. എല്ലാവരും നോക്കി യാത്ര പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. മാസങ്ങൾ ഞങ്ങൾ വീടില്ലാതെ പല സ്ഥലങ്ങളായിട്ട് അലഞ്ഞു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മൈക്ക് പിടിച്ച്
ഇവിടെ നിൽക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന്. വർഷം 2001. അന്ന് ഫോണില്ല, മക്കൾ അവിടെ കിടക്കുന്നു. ഞങ്ങൾ മമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മമ്മ കിടക്കുന്നു, പപ്പ വേറെ സ്ഥലത്ത്, ഞാൻ വേറെ സ്ഥലത്ത്, എൻ്റെ ബ്രദർ വേറെ സ്ഥലത്ത്. പിറ്റേ ദിവസം സ്കൂളിൽ ഫീസിനൊക്കെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. മാസങ്ങൾ ഞങ്ങൾ എറണാകുളത്ത് ചുറ്റി നടന്നു. മെറൈൻ ഡ്രൈവിൽ പോയി ഞാൻ എൻ്റെ കയ്യിൽ ബാഗ് കെട്ടിയിട്ട് ആ ഡൈക്സിൽ കിടക്കുമായിരുന്നു. കാരണം ഉറങ്ങി വെള്ളത്തിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടി. അന്ന് ഞാൻ വിചാരിച്ചു, ഒരു 17 വയസ്സിൽ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഇങ്ങനെ തെണ്ടി ഒരു ഭിക്ഷക്കാരനായി മാറുമായിരിക്കും. പക്ഷെ എന്നെ കണ്ടൊരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഒരു വാക്യം പറയട്ടെ, Philippians 1:6. Being confident that he who began a good work in you will bring it to completion until the day of Jesus. നിന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അത് ക്രിസ്തയേശുവിനെ നാളോളം തികയ്ക്കുവാൻ യേശു വിശ്വസ്തൻ. അതിന് അതിൻ്റെ ഇടയ്ക്ക് എന്ത് വന്നാലും, അതിൻ്റെ ഇടയ്ക്ക് ലോകയുക്തം വന്നാലും, നിന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അത് ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും തോന്നില്ല, എനിക്കും തോന്നിയില്ല. കഷ്ടപ്പാട് കുറെ സാമ്പത്തിക കഷ്ടപ്പാട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. മാസങ്ങൾ സ്കൂളിൽ പോകാൻ പറ്റാതെ റോഡിൽ വെള്ളം കുടിച്ചു, എങ്ങനെയെങ്കിലും കറങ്ങത്തിരിഞ്ഞ് രാത്രി ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കിടക്കും. കാരണം യൂണിഫോം ഉള്ളതുകൊണ്ട് രാത്രി റോഡിൽ കിടന്ന പോലീസ് പിടിക്കും. രാവിലെ എല്ലാം കടത്തിണ്ണകൾ കിടക്കും. കള്ളബോട്ട് കയറി ഫോർട്ട് കൊച്ചി പോയി ഇങ്ങനെ കറങ്ങും. പൈസ ഉണ്ടാക്കാൻ നോക്കി, എങ്ങനെയെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ പപ്പായും മമ്മയും പറയും, രാവിലെ ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ മോഡേൺ ബ്രെഡ് വന്ന് ഇറങ്ങണം എടപ്പള്ളി. അവിടെ നിന്ന് ഒരുമിച്ച് ഞങ്ങൾ ആരാധനയ്ക്ക് പോകും. ഒരു വീട്ടിൽ നിന്ന് വന്ന പോലെ തിരിച്ച് ആരാധന കഴിഞ്ഞ് ആ ബസ് സ്റ്റോപ്പിൽ വരും. അവിടുന്ന് പിന്നെയും അടുത്ത ഒരാഴ്ചത്തേക്ക് പിരിയും. മാസങ്ങൾ, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, മാസങ്ങൾ ഞങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. എനിക്ക് ഇന്ന് മയക്കി പിടിച്ചിരിക്കാൻ ഒരു യോഗ്യതയില്ല. പക്ഷെ ആ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഗോൾഡൻ ലെസൺസ് ആയി മാറി. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായി, ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായി. എങ്ങനെ ഞാൻ നന്ദി പറയാതിരിക്കും? ചേർന്ന് പാട്. ഓ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്റെ. wanna give you thanks. നന്ദി. Oh, we give you glory, Jesus. മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു വീട് കിട്ടി. ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോൾ പോയി വീട്ടിലോട്ട് സാധനമൊക്കെ നോക്കിയപ്പോൾ തിരിച്ചു വന്നപ്പോൾ മാസങ്ങളിലെ മഴയത്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നശിച്ചു. തിരിച്ചു കൊണ്ടുവന്നു 2 കട്ടിൽ മാത്രം. പിന്നെ ഒന്നിന്ന് ആരംഭിച്ചു. മനോരമ വിരിച്ച് കിടന്നു ആഴ്ചകൾ. പഴയ ചീത്തയായ തുണികളൊക്കെ ചേർത്ത് വെച്ച് മമ്മ ഒരു ബെഡ് തയ്ച്ചു, അതിൽ കിടന്നു. പക്ഷേ ഈ കഷ്ടപ്പാടിൽ കൂടെ പോയപ്പോഴെല്ലാം പപ്പായുടെ മമ്മയുടെ വായിന്ന് ഒരു വാക്ക് ദൈവം ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുവാ ഇവര് പറയുന്ന? അവര് സുശേഷ വേലക്കാരല്ലായിരുന്നു, എന്നാൽ അവരുടെ മാതാപിതാക്കൾ, എൻ്റെ ഫാദറിനെയും മദറിനെയും 2 പേരെയും പേരൻസ് സാൽവേഷൻ ആർമിയിലെ സുശേഷകരായിരുന്നു. സോ ദേ നോ വാട്ട് ഇറ്റ് ഈസ് ടു ഗോ ത്രൂ ഹാർഡ്ഷിപ്പ്. ദേ ടോട്ട് us ദൈവം നന്മയെ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതാണോ നന്മ? ഇതാണോ നന്മ? അതെ, കടന്നുപോയപ്പം ഇതാ നന്മ. ഇന്ന് ഞാൻ നിൽക്കുന്നത് നീ താമസിക്കുന്ന വീട് മേലില കൂര പോയാലും നിന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി തികയ്ക്കുവാൻ ദൈവം വിശ്വസ്തൻ. മാസങ്ങൾക്ക് ശേഷം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എവിടെ കിടന്നോ അവിടെ നിന്ന് ഞാൻ നിന്ന് കവല പ്രസംഗം നടത്തി. എവിടെ കിടന്നോ അവിടെ ഞാൻ നിന്ന് കവല പ്രസംഗം നടത്തി. ദൈവം ആർക്കും കടക്കാരനല്ല. ഒരു വാക്ക് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു. കർത്താവിന് ഗൂഗിൾ സെർച്ച് ചെയ്യണ്ട, കർത്താവിന് അറിയാം. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ നിന്ന് കൊടുത്താൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ എനിക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റുമെന്നോ, അനേകരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ. സ്കൂളിൽ നിന്ന് തന്നെ പലപ്പോഴായി ഇറക്കി വിട്ടു. 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഫീസ് കൊടുക്കാത്തതുകൊണ്ട് ഇറക്കി വിട്ടു. എനിക്കൊരു സ്ലോ ലേണിംഗ് ബുദ്ധിമുട്ടുള്ള ആളാണ്. ഒരു കാര്യം പറഞ്ഞാൽ ഒരു 10 പ്രാവശ്യം പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി 2 മാസം സ്കൂളിൽ വരാതിരുന്നാൽ എങ്ങനെ ഇരിക്കും?
പലരും ടീച്ചേഴ്സ് കളിക്കും, സാം വൈ യു കമ്മിങ് ടു സ്കൂൾ, യു ആർ എ ബ്ലഫർ, യു വേസ്റ്റിംഗ് ആർ ടൈം സാം. അതെല്ലാം ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. ഞാൻ വെച്ച് ഞാനൊരു മണ്ടനാണ്. എല്ലാ ടീച്ചറും ഒരേപോലെ പറയണമെങ്കിൽ ഞാൻ മണ്ടനായിട്ടല്ലേ? 4 തോറ്റു, 9 തോറ്റു, അപ്പം ഞാൻ ശരിക്കും മണ്ടനായിരിക്കും. അപ്പം എനിക്ക് ഇതൊന്നും പറ്റത്തില്ലായിരിക്കും. എങ്ങനെയോ കഷ്ടിച്ച് 12th പാസ്സായി. 12th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാം എഴുതാൻ, മോഡൽ എക്സാം എഴുതാൻ ഇരിക്കുന്ന സമയത്ത് 200 പേരിരിക്കുന്ന ഹാളിൽ വന്ന് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും എടുത്തത് പറഞ്ഞു, സാം യു കെ നോട്ട് റൈറ്റ് ദി എക്സാം ബിക്കോസ് യു സ്കൂൾ ഫീസ് നോട്ട് പെയ്ഡ്. 250 പിള്ളേരിക്കുന്ന മുമ്പിൽ ഞാൻ ഇറങ്ങിപ്പോയി. 12th സ്റ്റാൻഡേർഡ് അന്ന് ഞാൻ കരഞ്ഞു. കർത്താവേ, ഇത് ഭയങ്കര. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഇന്ന് ഇവിടെ നിന്ന് പറയാൻ വേണ്ടി അന്ന് ഞാൻ ഇറങ്ങി പോയെന്ന്. അന്ന് റോഡിൽ കയറുന്നത് ഇന്ന് ഇവിടെ നിന്ന് പറയാൻ വേണ്ടിയാണ്. നീ പോകുന്ന തകർച്ച നിനക്ക് വേണ്ടിയല്ല, വേറൊരാൾക്ക് വേണ്ടിയാണ്. നീ പോകുന്ന തകർച്ച നിനക്ക് വേണ്ടിയല്ല. Please note, the brokenness that you are going through is not for you. It is designed for somebody. You are a stewardship of your brokenness. നമ്മൾ കടന്നു വന്ന തകർച്ചയുടെ ഒരു വേലക്കാരൻ നമ്മളത് കറക്റ്റായിട്ട് വേറൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. When you do that, God does amazing things. മണ്ടൻ എന്ന് വിളിച്ചതിന് ഞാൻ സുവിശേഷം ഇറങ്ങി കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സ്കൂളിൽ സംസാരിക്കാൻ എന്നെ വിളിച്ചു. എൻ്റെ ടീച്ചേഴ്സ് എല്ലാം നിൽക്കവേ ഞാൻ 10,000-2000 പിള്ളേരോട് എൻ്റെ കഥ പറഞ്ഞു. ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റാഫ് റൂമിലോട്ട് കയറിയപ്പോൾ പാസ്റ്റർ ഒരു ക്ലാസ് റൂമിലോട്ട് ടീച്ചർ കയറുമ്പോൾ സ്റ്റുഡൻസ് എങ്ങനെ എഴുന്നേക്കോ അതുപോലെ ഞാൻ കയറിയപ്പോൾ എല്ലാ ടീച്ചേഴ്സും എഴുന്നേറ്റ് നിന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ടീച്ചർ പറഞ്ഞു, സാം, it was a privilege teaching you. Sam, you are a bluffer. You are wasting my time എന്ന് പറഞ്ഞു. അതേ വാവുകൊണ്ട് ദൈവം വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു, സാം, it was a privilege teaching you. നിന്നെ പഠിപ്പിച്ചത് എനിക്കൊരു പ്രിവിലേജ് ആയിരുന്നു. നിനക്കെതിരെ പറയുന്ന വാക്കുകൾ മാറ്റുവാൻ ദൈവത്തിന് വലിയ സമയം വേണ്ട. അതേ മനുഷ്യന്റെ അതേ നാവ് കൊണ്ട് മാറ്റി പറയും ദൈവം. ഈ മണ്ടനായി ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം 2010 ഒരു ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി സിംഗപ്പൂരിൽ. 680 പേര് പഠിക്കുന്ന സ്കൂളിൽ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം, ദൈവത്തിന് വലിയ കൃപയാൽ ദ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റുള്ള അവാർഡ് പിടിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ ദൈവം സഹായിച്ചു. അന്ന് ഞാൻ ആ ട്രോഫി പിടിച്ച് ആ സ്റ്റേജിൽ നിൽക്കുമ്പം ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൊണ്ട് ടീച്ചേഴ്സ് പറഞ്ഞ വാക്ക്, യു ആർ എ വേസ്റ്റ്. എൻ്റെ ബുക്കൊക്കെ എന്നും എൻ്റെ ബുക്ക് ടേക്ക് ഓഫ് ഫ്ലൈങ്. എൻ്റെ ബുക്ക് എന്ന് ഞാൻ പോയി ഗ്രൗണ്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞു, സാം, വാട്ട് ഇസ് ദിസ്? സാം, ദിസ് ഇൻകംപ്ലീറ്റ്. ഇതെല്ലാം കേട്ട ഞാൻ പെട്ടെന്ന് ആ ട്രോഫി പിടിച്ചപ്പോൾ ഞാൻ ദ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ 2010 ഫ്രം ഇന്ത്യ സാം എന്ന് വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഞെട്ടി വിറച്ചു നിന്നു. വാട്ട് ഗോഡ് ക്യാൻ ഡു. നിന്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ, ഇനി പ്രസിഡന്റ് നിന്നെ എതിരെ തിരിഞ്ഞാലും രാജാക്കന്മാർ നിന്റെ എതിരെ തിരിഞ്ഞാലും വിളിയുള്ളവനെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. There is a calling on your life. The calling is the seal of your life. ഒരു രാജ്യത്തിലെ ഗവൺമെന്റ് നിനക്ക് എതിരെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ കോളിംഗ്, നീ വിളിയിൽ നിൽക്കുമ്പോൾ, ദൈവം വിളിച്ച വിളിയിൽ നിൽക്കുന്ന നീ, നിനക്കെതിരെ ഒരു മനുഷ്യനും നിൽക്കുവാൻ സാധ്യമല്ല. നീ നിന്നു കൊടുത്താൽ മതി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, നിന്റെ വിളിയും തിരഞ്ഞെടുപ്പ് നീ എങ്ങനെയെങ്കിലും ഒന്ന് ഉറപ്പാക്കുക. Make sure of your calling and your election. When you do this, you will not stumble. എന്നെ ഇറക്കി വിട്ട് സ്കൂൾ മാനേജറിൻ്റെ വർഷങ്ങൾക്ക് ശേഷം ദൈവം മാനിച്ച് എന്നെ ഇറക്കി വിട്ട സ്കൂൾ മാനേജറുടെ മോളുടെ വീട്ടിൽ പോയി ദുബായി പോയി ഞാൻ താമസിച്ചു. അപ്പം ഞാൻ ദൈവനോട് പറഞ്ഞു, പുള്ളിക്ക് സ്കൂളിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ നിന്റെ വീട്ടിൽ കയറി താമസിപ്പിക്കും. നമ്മൾ ആരംഭിച്ച നല്ല പ്രവൃത്തി, പറ, എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി. നല്ല പ്രവൃത്തി, ബൈബിൾ അങ്ങനെ പറയാം, നല്ല പ്രവൃത്തി. അങ്ങനെ എഴുതിയേക്കുന്നത് ചുമ്മാ പ്രവൃത്തിയല്ല, നല്ല പ്രവൃത്തി. ക്രിസ്തയേശുവിന്റെ നാളോളം തികയ്ക്കുവാൻ യേശു വിശ്വസൻ. ഹല്ലേലൂയ, ദൈവം വിശ്വസൻ. ഒരിക്കൽ കൂടി ചേർന്ന് പാടുമോ? ജീവിത ശൂന്യതയിൽ ജീവിത ശൂന്യതയിൽ നിറവാൻ നന്ദി പറ, നന്ദി ഹൃദയത്തിന് പറ. കർത്താവേ നന്ദി, I thank you Lord. ഓരോ ദിവസത്തിനായി, ഓരോ തകർച്ചയിൽ ഞാൻ കടന്നുപോയതിന്, ഓരോ
നിന്നയുടെ വാക്ക് ഞാൻ കേട്ടതിന് നന്ദി കർത്താവേ. അതെല്ലാം മാറുന്നൊരു ദിവസം. ഹല്ലേലൂയ. ഓ എന്നമില്ല I have nothing to give you back but my thanks. My heart that says thank you, Lord. Hallelujah. Hallelujah. Amen. ദൈവം നമ്മൾ നടത്തിയ വഴികളൊക്കെ എന്ത് അത്ഭുതമല്ലേ. എന്നാൽ ഞാൻ 2002 എൻ്റെ 12th എല്ലാം കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് മണ്ടനായ ഞാനിങ്ങനെ അഡ്വർടൈസിങ്, എൻ്റെ പപ്പ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. അപ്പം അഡ്വർടൈസിങ് പഠിക്കാൻ വേണ്ടി പോകാനിരിക്കുന്ന സമയത്ത് ദൈവത്തിന് വിളി എൻ്റെ മേൽ വരുന്നത്. അപ്പോൾ ഒരു ദിവസം പപ്പയും മമ്മയും ചോദിച്ചു, മോനെ കോളേജിന് ആപ്ലിക്കേഷൻ കൊടുക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, മമ്മ പപ്പ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അവർ രണ്ടുപേരും ഞെട്ടി, മോനെ എന്ന് വിളിച്ചു. ഞെട്ടിക്കൊണ്ട് അവർക്കറിയാം, എല്ലാവരും പറയും ചിന്നുമോൻ മണ്ടനാ മണ്ടൻ, ഇവന് എന്തുവാ തെറ്റി. പക്ഷെ അവരുടെ ഉള്ളിലുണ്ട് എന്തെങ്കിലും വേലയ്ക്കാണ്. അപ്പം കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ നീ ജനിക്കുന്നതിന് മുമ്പ് when I was carrying you, മമ്മ പറഞ്ഞു, when I was carrying you doctors said abort this baby. അവർ 3ാമത്തെ ടെസ്റ്റിന് കഴിഞ്ഞു. ക്ലിനിക്കിലോട്ട് പോകുമ്പോൾ ബാംഗ്ലൂരിൽ വെച്ച് ചിന്മയ ഹോസ്പിറ്റലിൽ 3ാമത്തെ ടെസ്റ്റിന് വേണ്ടി ചെന്ന്, ഫൈനൽ ടെസ്റ്റിന് വേണ്ടി ചെന്ന സമയത്ത് മമ്മ ക്ലിനിക്കിലോട്ട് നടക്കുന്നു, പപ്പ വണ്ടി പാർക്ക് ചെയ്യുന്നു. ഒരു ശബ്ദം മമ്മയുടെ കാതിൽ വന്ന് അടിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിനെ നീ കളയില്ല. 18ാം വയസ്സിൽ ഞാൻ സുശേഷ് വേലയ്ക്ക് ഇറങ്ങിയപ്പം അന്ന് ഞാൻ ആ കഥ കേൾക്കുന്നത്. ഞാൻ സ്റ്റണ്ടായി പോയി നിന്ന്. വചനം പറയുന്നത്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ആ വാക്ക് എന്റെ മുഖത്ത് വന്ന് അടിച്ചു, എന്റെ മുഖത്ത് വന്ന് പിടിച്ചു. Bible says when you were knit together in the secret place, my eyes saw your unformed body. ഫോം എന്തുവാ? ഫോം ഒരു ഷേപ്പ് ഉണ്ട്. അൺഫോം എന്ന് പറയുമ്പോൾ ഇല്ല, അവിടെ അങ്ങനത്തെ സംഭവം ഇല്ല, ഷേപ്പേ ഇല്ല. പക്ഷെ ദൈവം കണ്ടു എന്ന് പറയാം. My eyes saw your unformed body. അന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഒരു ദിവസത്തിന് വേണ്ടി ദൈവം എന്നെ കാത്ത്. അമേൻ. ആരെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു വിളിയുള്ള വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, അമേൻ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട, ഈ ഒരു ദിവസം കണ്ട ദൈവം, ഹല്ലേലൂയ, അമേൻ, ഹല്ലേലൂയ. Thank you Jesus. Hallelujah. അന്ന് ഞാൻ കരഞ്ഞു, പപ്പായും മമ്മയും എന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കടം കയറി നാറിയിരിക്കുന്ന ആ സമയത്ത് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. ഏതപ്പനും ചവിട്ടി വിട്ട് മോനെ പോയി ജോലി ചെയ്യടാ, പൈസ ഉണ്ടാക്കുക, വീടിനെ രക്ഷിക്കാൻ നോക്കുന്നു പറയേണ്ട സ്ഥലത്ത് രണ്ടുപേരും കൂടെ കൈവച്ച് അനുഗ്രഹിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറക്കി. If your children has a calling, do not restrain them. This is the highest call of a person, to work for the King of Kings. To work for the King of Kings. This is the greatest rank, to be a servant of God. ഡോക്ടറാവും എഞ്ചിനീയറാവും. പക്ഷേ ഈ ഡോക്ടർ എഞ്ചിനീയർ എല്ലാം ഒരു പാസ്റ്ററുടെ അടുത്തോട്ട് വരും പ്രാർത്ഥിക്കാൻ വേണ്ടി. I'm not against that. I'm not against that. എന്തുകൊണ്ടാണ് പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ? നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ജോലി എങ്ങനെയാണോ അതുപോലത്തുള്ള ആൾക്കാരെ അവിടെ ഉള്ളൂ. ഹോസ്പിറ്റലാണെങ്കിൽ ഡോക്ടേഴ്സ്, നഴ്സസ്, സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ്, ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സംഭവം നോക്കുന്നതാണ് പാസ്റ്റർ, അല്ലേ? പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കാർപ്പൻ്റർ, ഡോക്ടർ, അഡ്വക്കേറ്റ്, ഇവരെല്ലാം ഒരുമിച്ച് വരുന്ന പ്രസ്ഥാനം നോക്കുന്ന ആളാണ് പാസ്റ്റേഴ്സ്. ഇറ്റ്സ് എ ഗ്രേറ്റ് പൊസിഷൻ ഗോഡ് ഹസ് ഗിവൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കണം, പ്രാർത്ഥിക്കണം, കർത്താവേ ഇവന്റെ മേലൊരു വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. പഠിച്ചോട്ടെ, അവർക്ക് പറ്റുന്നിടത്തോളം പഠിച്ചോട്ടെ. പക്ഷേ വേലയ്ക്കുള്ള വിളി വരുമ്പം യെസ് പറയാൻ പറ്റിയില്ലെങ്കിൽ, അല്ലേ ഡാനി, നമുക്ക് എത്രത്തോളം വേണമെങ്കിൽ പഠിക്കാം, പക്ഷെ ആ വിളി വരുമ്പം, വേലയ്ക്കുള്ള വിളി വരുമ്പം നീ യെസ് പറയാൻ പറ്റിയില്ലെങ്കിൽ, അയ്യോ, when he calls me I will answer. I'll be somewhere
working for my Lord. I don't know, Pastor, I'm led to just minister. Youngsters, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിളി വരുക, എനിക്ക് സുവിശേഷങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം, ഇന്നല്ല നാളെയല്ല, ഞാൻ പറയുക, അതിനാരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വരികൾ പാടുമ്പോൾ I want you to stand up, we want to pray for you. ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. സക്സസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വീടോ കാറോ ബാലൻസോ അല്ല. ദൈവം എന്ത് ഡിസൈൻ ചെയ്തോ അതിൽ കയറി നിൽക്കുന്നതാണ്. ദൈവം എനിക്ക് വേണ്ടി എന്ത് ഡിസൈൻ ചെയ്തോ അതിൽ കയറി നിൽക്കുന്നതാണ്. So I want to give a call. എല്ലാ കണ്ണുകൾ അറിഞ്ഞിരിക്കട്ടെ. യങ്സ്റ്റേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവിൻ്റെ ഒരു വിളി വരുക, പൂർണ്ണ സമയ സുശിക്ഷകൾക്ക് വേണ്ടി വിളി വരുവാണെങ്കിൽ എനിക്കതൊരു യെസ് പറയണം എന്നാഗ്രഹിക്കുന്നവർ, നിങ്ങൾ ഈ ലൈൻ പാടുമ്പോൾ നിങ്ങൾക്ക് ഒരു നിമിഷം എഴുന്നേറ്റിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. When he calls me, I will answer. When he calls, ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ, when he calls, I will answer, and I'll be somewhere working for my Lord. And I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. Oh, I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. പ്രിയപ്പെട്ട ദൈവജനങ്ങൾ, നിങ്ങൾ ഇന്ന് എഴുന്നേറ്റിരിക്കുന്നത് ദൈവം കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രായം വിഷയമല്ല, നിങ്ങളുടെ സാഹചര്യം വിഷയമല്ല. നമ്മുടെ വിളിക്ക് എഗെയിൻസ്റ്റ് ആണ് എപ്പോഴും നമ്മുടെ സാഹചര്യം. Our call is always against our circumstances. ഗിഡിയൻ പേടിച്ചിരുന്ന ആളെ വിളിച്ചത് എന്തിനാ? യുദ്ധം ചെയ്യുവാൻ. കാട്ടിൽ കിന്നന് വായിച്ച ആളെ വിളിച്ചെന്തിനാ? രാജാവാകുവാൻ. അപ്പൊ വിളിയും സാഹചര്യം എപ്പോഴും ഓപ്പോസിറ്റാണ്. ചുമ്മാ ഓടിക്കളിച്ചു നടന്നൊരു പെണ്ണ അദാശ വിളിച്ച് രാജ്ഞിയാക്കി എസ്തറായി. നമ്മുടെ സാഹചര്യം നോക്കി നമ്മൾ നിൽക്കില്ല. നിങ്ങളുടെ വിളി അതിൻ്റെ അഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ് സർക്കംസ്റ്റൻസ്. നമ്മുടെ വിളി നമ്മുടെ സാഹചര്യത്തെ മാറ്റും. Hallelujah. I'll be somewhere working for the Lord. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഈ പ്രിയ ജനം, കർത്താവേ, has responded to a full time call. പൂർണ്ണ സമയമായിട്ട് ദൈവം നിങ്ങൾ വേർതിരിക്കും. അതെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ദൈവം നിങ്ങളെ വിളിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. പക്ഷെ നിങ്ങൾ യെസ് പറയാൻ വേണ്ടി, കർത്താവേ, യെസ് പറയാൻ വേണ്ടി കൃപ ചോദിച്ച് എഴുന്നേറ്റിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ, in the name of Yeshua, Father, I pray for a grace that will enable them, Father, to respond to the call. I say, I received a call. He said, here I am, send me, Lord. Oh, Shandira Kilmano, Sheketiriaramantere, Rico Tiralbarasi Ketiriaramante. ഒരു പക്ഷേ നിങ്ങളുടെ വിളി നിങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ വെളിപ്പെട്ടു വരും. ഓ റാൽകനേഷ് മിനാന്തരിയാറവലവ സേകേതിരിയ. ഓ റാഖനാന്തരാശന വീടുകളിലെ ചില ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈലറിംഗ് യൂണിറ്റ് ആയിരിക്കും. അതൊരു മിനിസ്ട്രിയായി മാറും യേശുവിന്റെ നാമത്തിൽ. In the name of Yeshua, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ട്യൂഷൻ സെന്റർ ആയിരിക്കും. അതൊരു റിവൈവൽ സെന്ററായി മാറും യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, Lord, I pray for a grace to say yes to the call of God. In Jesus' name, amen. Please be seated. Hallelujah. കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ആമേൻ. ദൈവം ഇത് കണ്ടിട്ടുണ്ട്. ആമേൻ. ഇനി ഒരു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ കഥ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ, ഞാൻ എടുത്ത തീരുമാനം ദൈവം കണ്ടു. ആമേൻ. ദൈവം കണ്ടു. എന്നെ ഓപ്പൺ ഹൗസിനൊക്കെ വിളിക്കാൻ നിർത്തും. ടീച്ചേഴ്സ് എൻ്റെ മമ്മയെ നിർത്തി പൊരിക്കും. മമ്മ അവിടെ നിന്ന് കരയും, ഇവനൊക്കെ എങ്ങനെ കൊണ്ട് നടക്കുന്നു. പക്ഷെ ഇന്ന് കഴിഞ്ഞ 22 വർഷമായിട്ട് ദൈവവേലയിലായിരിക്കും അമ്മ. എവിടെ ഞാൻ സൂക്ഷിക്കുന്നു അവള് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും സന്തോഷത്തോടെ. ആമേൻ. ഒരു കാലത്ത് എൻ്റെ പേര് പറയുമ്പോൾ നിന്നെയായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. കഴിഞ്ഞ മാസം 19-ാം തീയതി എൻ്റെ പിതാവ് കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. എൻ്റെ കയ്യിൽ കിടന്ന് രാവിലെ ഞങ്ങളെല്ലാം പാട്ടുപാടി പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിടന്ന പിതാവ് സമാധാനമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. I felt it as a privilege. എൻ്റെ ബർത്ത്ഡേ അന്ന് പപ്പ, God chose that day to call my papa back home. Something was transferred, I believe. A faith. ഞാൻ പറഞ്ഞു, പപ്പ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലായിരുന്നു, പക്ഷെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു.
മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, പക്ഷെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. നമ്മുടെ അല്പത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അധികം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നടത്തിയ വഴികൾ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നിനച്ചിടുമ്പോ സ്തുതിക്കുവാനായി നാവ് പോരായേ എങ്കിലും നാവും ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായി നാവ് പോരായേ ചെറുപാടാ ഉന്നതൻ നീ യേശുവേ, ഉന്നതൻ നീ അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. യേശു അത്ഭുതവാൻ, യേശു അത്ഭുതവാൻ. കർത്താവേ, ഞങ്ങൾ പാടുമ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധങ്ങളുടെ മേൽ അത്ഭുതം നടക്കട്ടെ. ഓ റാഷ്മനെ തിരക്കിയോർമാ സേതരെ അത്ഭുതവാൻ യേശു അത്ഭുതവാൻ. Lord, peace upon relationships, upon families we pray. നന്മയല്ലാതൊന്നും നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ യേശു, നന്മ മാത്രമേ ചെയ്യൂ. ഒന്നോർത്തോർത്ത് പഠിക്കുക, എത്രയോ നന്മകൾ. You have been so good. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. യേശു അത്ഭുതവാൻ, യേശു അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നു. യേശു അത്ഭുതവാൻ, യേശു അത്ഭുതവാൻ, അതിശയവാൻ. നമ്മുടെ ശബ്ദങ്ങൾ മാത്രം ഉന്നതൻ നീ ചേർന്ന് പാടാം. ഉന്നതൻ നീ, ഹല്ലേലൂയ. കരങ്ങൾ തട്ടി കർത്താവിന് മാത്രം കൊടുക്കാമോ? Come on. യേശു അത്ഭുതവാൻ, അതിശയവാൻ. Only you, Lord, only you can do it in our lives, Lord. Hallelujah. സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും എല്ലാത്തിനും യോഗ്യനായ യേശുവിനെ ആരാധിക്കും നമുക്ക് ലഭിച്ച വലിയ പദവി. ആമേൻ, ഹല്ലേലൂയ. നമുക്കെല്ലാം എഴുന്നേറ്റ് നമുക്കൊരു ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു ഇംഗ്ലീഷ് പാടാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Come on. Sing blessing and honor, glory and power be unto the Ancient of Days. From every
every nation, all of creation, bow before the Ancient of Days. Hey, every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away. Oh, ancient, come on, hey, let it come on. To your left, to your right, to your left, to your right, come on. Hey, come on, sing blessing and honor, sing blessing, glory, and power be unto the ancient of days. From every nation, from every nation, hey, all of creation, rejoice. Every tongue, sing every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away. Oh, ancient. Hey. And let it go, come on. Clap your hands, all the people. Shout to the Lord with a voice of triumph. Hey! Hey! Sing unto you. Come on. Your kingdom shall reign over all the earth. Come on, declare it. We're declaring over India. Come on. We're declaring this over India. For none can compare to your matchless word. Oh, sing unto the ancient. Your kingdom. Yeah, your kingdom shall reign over all the earth. Sing unto the ancient of days. Hey, for none can compare to your matchless word. Sing unto the ancient of every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away. Oh, come on, let's do it again. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വലിയൊരു strong prayer. Your kingdom come, your will be done. നമ്മൾ ഇന്ന് Independence Day we going to declare, Lord, your kingdom come, your will be done in India. Say amen. Your kingdom come, your will be done. Say amen. One more time. Your kingdom come, your will be done. Say amen. Hallelujah. India will be saved. Your kingdom shall reign over all the earth. Sing unto the ancient of. Hey, 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 hey. None can compare to your matchless word. Sing unto the ancient of. One more time. Your kingdom shall reign over all the earth. Sing to the ancient of. Oh, none can compare to your matchless word. Sing to the ancient of days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away. Oh, ancient of days. Oh, ancient of days. Oh, ancient of days. Oh, ancient of days. Oh, ancient of. Come on, put your hands together. Give him praise, the ancient of days, the rock of all ages, Jesus Christ who sits on the throne. Hallelujah.
ഹല്ലേലൂയ പാടിയിടാം, ഉയർത്തിയിടാം. ഒരൊറ്റ നാമം ഉയർത്തുവാൻ, come on. Hey. ഉയർത്തുവാൻ യോഗ്യനായ നാമം. ആരാധിച്ചിരുമ്പോ വാതിലുകൾ തുറക്കുന്നു. ആരാധിച്ചിരുമ്പോ വാതിലുകൾ എരിഹോ വീഴണ്ടേ? In the name of Jesus. Are you ready? Come on. ചാടാൻ പറ്റുമോ? ചാടിക്കോ. Oh, hallelujah. സന്തോഷത്തോടെ, come on. ജനം ആരാധിക്കട്ടെ. സന്തോഷത്തോടെ ഒരു ആഘോഷം ഉണ്ടാവട്ടെ. രാജാവുള്ളവർക്ക് രാജകോലാഹലം. Come on. ആരാധിച്ച് മനസ്സു തകർന്നിടുമ്പോ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തകർന്നിടുമ്പോ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹം, യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? സർവസ്തുതികൾക്കും യോഗ്യനായ ഏകനാമം. ഹല്ലേലൂയ. സകല ജാതികളും ലോകങ്ങളും വംശങ്ങളും പാടി വാഴ്ത്തുന്ന നാമം യേശുവിന്റെ നാമം. ഓ യേശുവിന്റെ നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. ഓ യേശുവിന്റെ നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തിപ്പു എന്നും എന്നും. എൻ പ്രിയ യേശുവേ പാടി പുകഴ്ത്തിടാം, പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടാം
In the name of Jesus, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിനെ മറന്നാലും കുഞ്ഞിനെ മറന്നാലും എന്നും ഞങ്ങൾ കൂടെ വാഗ്ദത്തം ചെയ്ത സ്തുതിക്കാം ഹല്ലേലൂയ പാടി Christ in the church, we are representing this nation. തന്നെ അവൻ യാഗമായി നൽകി വീണ്ടെടുപ്പിൻ വീല തന്ന ദൈവം തന്നെ അവൻ യാഗമായി നൽകി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ സങ്കേതമവനല്ലയോ അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ സങ്കേതമവൻ സ്തുതിക്കാം ഹല്ലേലൂയ പാടി വിളിക്കുമ്പോൾ ഉത്തരം
ചിന്തിക്കുന്നില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനി ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനി ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താലും ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഇനി പുറകിലോട്ടില്ല. ഒന്നാർപ്പിട്ട് നമ്മൾ ഒരുമിച്ച് ഒന്ന് ആർപ്പിടാൻ പോവാ. ആമേൻ. ആരും ഹല്ലേലൂയ പറയില്ല. ആർപ്പിടാൻ പോവാ. ഒരു 1 2 3 പറയുമ്പോൾ ഒരുമിച്ച് നമ്മൾ ആർപ്പിടാൻ പോവാ. ഹല്ലേലൂയ പറയില്ല, സ്തോത്രം പറയില്ല. പറ്റോ? ഓക്കെ, 1 2 3. ശക്തി വരും. In the name of Jesus. Amen. ദൈവമക്കൾ ആർപ്പിടണം. നമ്മൾ വീട്ടിൽ ഒച്ചുണ്ടാക്കുന്ന പകരം നമ്മൾ ആർപ്പിടണം. അമേൻ. നമ്മൾ വീട്ടിൽ ചിലപ്പോൾ സംസാരിക്കുന്ന ടോണൊക്കെ ഭയങ്കര ആർപ്പിന്റെ ടോണാണ്. അമ്മേ മോനെ അത് മാറ്റി നേരെ ഇവിടെ ഒന്ന് ആർപ്പിടണം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രത്തിൽ ഒതുങ്ങി പോലെ നമ്മുടെ ആർപ്പ് അല്ലേ. ഷൗട്ട് ഓഫ് ജോയ് എന്ന് പറയുന്നത് ഷൗട്ട് തന്നെയാണ്. When Bible says shout, it is shout. പക്ഷെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ഹല്ലേലൂയ 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 നമ്മളൊന്നും കൂടി ചെയ്യാൻ പോവാ. When I say shout for joy, എൻ്റെ കൈ താഴ്ന്നു വരെ നമ്മൾ ഷൗട്ട് ചെയ്യാൻ പോവാ. ആമേൻ. എൻ്റെ കൈ താഴ്ന്നനുസരിച്ച് വോളിയം കുറയും, കൈ പോകുന്നതനുസരിച്ച് വോളിയം കൂടും. ആമേൻ. Are you ready? 1 2 3. Shout for joy. ഷൗട്ട് ഒന്നിനെ കാണിക്കുന്നു, അധികാരത്തെ കാണിക്കുന്നു. ആമേൻ. വിജയിച്ച ഒരാളുടെ ലക്ഷണമാണ് ആർപ്പിടുക എന്നുള്ളത്. തോറ്റ ആളെന്നും ഇങ്ങനെ ഇരിക്കും, തലപൊക്കം പേടിയാണ്. പക്ഷെ വിജയിച്ച ആളെന്നും ആരെ മുമ്പിലുള്ള വിഷയമല്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകയില്ല. ബിക്കോസ് God is on the throne. Amen. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? യേശു സിംഹാസനത്തിലിരിക്കുന്നു. ആമേൻ. He is on the throne. He's on the throne. Hallelujah. What a miracle culture. What a miracle lifestyle. For you are great. You're a miracle so great. There is no one else like you. There is no one else like you. For you are great. ഒരു മിനിറ്റ് നമുക്ക് എല്ലാവർക്കും അന്യഭാഷയില്ല. അന്യഭാഷയില്ല. ഒരു മിനിറ്റ് ശബ്ദമുയർത്തി in the name of Jesus. Miracle.
For you